ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് SSCയിൽ ആവറേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ സിമ്പിളായി ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ ചോദ്യം നമുക്ക് നോർമലി റീസെൻറ്റ് ട്രെൻഡായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോർമലി മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാൻ പോയാൽ ഒരുപാട് സമയം പോകും. അപ്പോൾ ഇത് നമുക്ക് ഡീവിയേഷൻ എന്നുള്ളൊരു ഐഡിയയാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. തന്നിരിക്കുന്ന എല്ലാം ഒരു വാല്യൂ ആണെന്നുള്ളൊരു അസംഷനിലാണ് നമുക്ക് ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുക. അതിൽ നിന്ന് എന്തോരം ഡീവിയേറ്റ് ചെയ്തു എന്ന് മാത്രം നോക്കിയിട്ട് ചെയ്യണ ഒരു മെത്തേഡാണിത്. അപ്പോൾ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് അപ്രോച്ചിൽ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ആവറേജ് വെയിറ്റ് ഓഫ് 60 സ്റ്റുഡൻസ്, 60 സ്റ്റുഡൻസിൻ്റെ ആവറേജ് വെയിറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 56.4 തന്നിട്ടുണ്ട്. 12 സ്റ്റുഡൻസ് if 12 സ്റ്റുഡൻസ് ഹാവിങ് ആവറേജ് വെയിറ്റ് ഓഫ് 59.5. 12 സ്റ്റുഡൻസ് പോയി, അവരുടെ ആവറേജ് വെയിറ്റ് എത്രയാണ്? 59.5. 12 പേരെ ആവറേജ് വെയിറ്റ് 59.5. അപ്പോൾ നമ്മൾ ഇതിലെടുക്കണത് 56.4 അല്ലേ 60 സ്റ്റുഡൻസിൻ്റെ. അതാണ് ഈ പോയ 12 പേരിൽ നിന്ന് വിചാരിക്കുക. ഈ പോണ 12 ആൾക്കാരും ഇതേ 56.4 തന്നെയാണ് ആവറേജ് എന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര കുറവുണ്ട് അല്ല എത്ര കൂടുതലുണ്ട് അതാണ് നമ്മൾ നോക്കുക. എത്ര കുറവോ കൂടുതലോ എന്നാണ് നോക്കുക. ഈ സെൻട്രൽ വാല്യൂവിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്തു എന്നാണ് നോക്കുക. അപ്പോൾ ഈ 56.4 നോക്കുമ്പോൾ ഒരു 3.1 കുറവാണ് ഉണ്ടാവണത്. 3.1 കുറവാണ് ഉണ്ടാവുന്നത്. അപ്പോൾ വലിയൊരു വാല്യൂ പോണു. അപ്പോൾ നമ്മുടെ ആവറേജിന് എന്താ സംഭവിക്കുക? നമ്മുടെ എല്ലാവരും ആവറേജ് 56.4 അതിൽ നിന്ന് 12 പേര് 59.5 ഉള്ളവർ പോയി. അപ്പോൾ വലിയൊരു നമ്പർ ആവറേജ് ഉള്ളവർ പോയി. അപ്പോൾ നോർമലി നമ്മുടെ ആവറേജ് എന്താവും? കുറയും. ഒരു 3.1 കുറവുണ്ട്. എത്ര ആൾക്കാർക്ക് ഉണ്ടാവും? 12 ആൾക്കാർക്ക് ഈ കുറവുണ്ടാവും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. 15 സ്റ്റുഡൻസ് ഹാവിങ് ആവറേജ് വെയിറ്റ് ഓഫ് 54. 15 പേരുടെ ആവറേജ് വെയിറ്റ് എത്രയാണ്? 54 ആണെന്നുണ്ട്. അവർ ജോയിൻ ചെയ്യണം. ഈ 15 പേര് ജോയിൻ ചെയ്യണം. നമ്മുടെ ഇപ്പോഴത്തെ ആവറേജ് വെയിറ്റ് എത്രയാണ്? 56.4 56.4. അപ്പോൾ ഇനി ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നവരുടെ വെയിറ്റ് എത്രയാണ്? 54. അപ്പോൾ ഒരു 2.4 കുറവല്ലേ ഉള്ളത്? 56.4 വെച്ച് നോക്കുമ്പോൾ ഒരു 2.4 കുറവല്ലേ നമുക്ക് കാണുന്നത്? ഒരു 2.4 കുറവാണ് നമുക്ക് വരുന്നത് ആണല്ലോ. 2.4 കുറവാണ് വരുന്നത്. അപ്പോൾ അതും എന്താ? 2.4 കുറവ് എത്ര ആൾക്കാർക്ക്? 15 ആൾക്കാർക്ക്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു സമ്മ് നമ്മൾ എത്ര ആൾക്കാർക്ക് ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ഇപ്പം 60 പേരുണ്ടായിരുന്നു, അതിൽ 12 പേര് പോയി, 15 പേര് വന്നു. അപ്പോൾ ഇപ്പം എത്ര ആൾക്കാരുണ്ട്? 63 ആൾക്കാരല്ലേ ഉണ്ടാവുക. 12ൻ്റെയും 15ൻ്റെയും ഡിഫറൻസ് ഒരു +3 വരും. പോയതും വന്നതും മൊത്തത്തിൽ 60 ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എഫക്റ്റീവ്ലി 63 ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഈ ഒരു സ്റ്റെപ്പിൽ നമ്മുടെ ആൻസറിലേക്ക് എത്തി. അതാണ് നമ്മുടെ ഡീവിയേഷൻ മെത്തേഡിൻ്റെ ഒരു ഗുണം. നമുക്കിത് 12 15 ഉള്ളതുകൊണ്ട് എന്താ 3യിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തായി? 5 ആയി. ഇവിടെ 21 ആയി. ഇവിടെ വരെ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 12.4 വരുന്നു. മൈനസ് ഉള്ളത് അതുപോലെ ഇട്ടു. ഇവിടെ മൈനസ് ഉള്ളത് ഇട്ടു. ഇനി എന്താ? 5 × 2.4 എത്ര വന്നു? 22. അപ്പോൾ എത്രയായി? 12 ഇവിടെയും വന്നു. അപ്പോൾ ഒരു 24.4 ഉണ്ട് ബൈ എന്താ? 21. അപ്പോൾ 56.4 മൈനസ് ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 1 പോയിൻറ്റ് സംതിങ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ഇവിടെ 21 വരെ പോവുകയാണെങ്കിൽ 1 വരും.
ബാക്കി ഒരു 3434.2. അപ്പോൾ ഒരു 1.1ൻ്റെ കുറവ് എന്തായാലും ഉണ്ടാവും. 1.1 സംതിങ്ങിൻ്റെ ഒരു കുറവുണ്ടാവും. അപ്പോൾ ഈ 56.4 ഒരു 1.1 കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്ര വരും? 55.3. നമുക്കിവിടെ സംതിങ് ഉണ്ട്, അതുകൊണ്ട് ശരിക്കും നമ്മുടെ ആൻസർ എത്രയാണ്? 55.2 നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. ഇത് കൺവെൻഷനായി ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ കുറച്ച് കാൽക്കുലേഷൻ കൂടും. അപ്പോൾ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഈ ഒരു സ്റ്റെപ്പിലേക്ക് കുറയും. ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരു 1 പോയിൻറ്റിന് താഴെയാണ് നമ്മുടെ ആൻസറിന് കിട്ടും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഏതാണെന്ന് മാത്രം പിക്ക് ചെയ്താൽ നമ്മുടെ ഉത്തരത്തേക്ക് എത്താൻ പറ്റും.